मैं लिखता हूँ. ഞാൻ എഴുതുന്നു. मैं ഞാൻ. मैं ഞാൻ. मैं ഞാൻ. लिख ये हिंदी में ये एकवचन पुल्लिंग है. हिंदी में ये एकवचन और पुल्लिंग है. मलयालम में ऐसा नहीं है. एकवचन या पुल्लिंग या स्त्रीलिंग कोई भी हो, ये ऐसा नहीं. ഞാൻ എഴുതുന്നു. वो स्त्री हो, पुरुष हो, लड़का हो, लड़की हो, बूढ़ा हो, बुजुर्ग हो, कोई बात नहीं. बड़ी दादी माँ हो, दादाजी हो, कोई बात नहीं. ഞാൻ എഴുതുന്നു बोलेगा तो ഞാൻ എഴുതുന്നു, सिर्फ ഞാൻ എഴുതുന്നു. उधर क्रिया नहीं बदलता है. क्रिया में कुछ परिवर्तन नहीं आता है. ഞാൻ എഴുതുന്നു, मैं लिखता हूँ. लेकिन हिंदी में मैं लिखती हूँ स्त्रीलिंग, मैं लिखती हूँ स्त्रीलिंग. मतलब मलयालम में ഞാൻ എഴുതുന്നു സെയിം. मैं लिखता हूँ और मैं लिखती हूँ मलयालम में ഞാൻ എഴുതുന്നു. ബസ് ഇത്രയായി. ഹിന്ദിയിൽ സ്ത്രീക്ക് വേണ്ടിയിട്ട് വേറെ ഭാഷയാണ്. മേ ലിഖിത്താഹു എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്നു എന്ന് ആണുങ്ങൾ പറയും, ഏകവചന, ഒരാൾ ഒറ്റയ്ക്ക് ഏകവചനം. എന്നാൽ സ്ത്രീ പറയുമ്പോൾ മേ ലിഖിത്തീഹു എന്നാണ് പറയുക ഹിന്ദിയിൽ. മേ ലിഖിത്തീഹു സ്ത്രീലിംഗമാകുമ്പോൾ മേ ലിഖിത്തീഹു എന്നാണ് പറയുക. അപ്പോൾ ഹിന്ദിയിൽ വേറെയാണ്. ഒരു വാക്ക്, മലയാളത്തിലുള്ള ഒരു വാക്കിന് തന്നെ രണ്ട് പ്രയോഗമാണ് ഹിന്ദിയിൽ വരിക. ഇനി ഇത് തെറ്റി പറഞ്ഞു വിചാരിച്ചാലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അർത്ഥം ഒന്നല്ലേ, പുല്ലിംഗമായാലും സ്ത്രീലിംഗമായാലും പറയണ അർത്ഥം ഒന്നല്ലേ. അർത്ഥം ഒന്നാണ്, പ്രയോഗം രണ്ടാന്ന് മാത്രമേ ഉള്ളൂ. മേ ലിഖിത്തീഹും, മേ ലിഖിത്തീഹും, മേ കാത്തീഹും, മേ കർത്തീഹും, മേ പഠിത്തീഹും. ഇതെന്തല്ല, ഞാൻ എഴുതുന്നു, ഞാൻ പഠിക്കുന്നു, ഞാൻ തിന്നുന്നു. ഇതിൻ്റെ എല്ലാം സ്ത്രീലിംഗമാണത്. ഇങ്ങനെ മേ കാത്തീഹും, ഞാൻ തിന്നുന്നു. മേ കാത്തീഹും, ഞാൻ തിന്നുന്നു. മേ കർത്തീഹും, ഞാൻ ചെയ്യുന്നു. മേ കാം കർത്തീഹും, ഞാൻ ജോലി ചെയ്യുന്നു. ഞാൻ ജോലി ചെയ്യുന്നു. മേ കാം കർത്തീഹും, ഞാൻ ജോലി ചെയ്യുന്നു. മേ നഹാത്തീഹും, ഞാൻ കുളിക്കുന്നു. മേ നഹാത്തീഹും, ഞാൻ കുളിക്കുന്നു. അപ്പോൾ അത് സ്ത്രീലിംഗമാണ്, ഹിന്ദിയിൽ സ്ത്രീലിംഗമാണ്. അതിനെല്ലാം കർത്തീഹും, നാത്തീഹും, കാത്തീഹും, ജാത്തീഹും അങ്ങനെയാണ് പറയുക. ये सब के लिए मलयालम में ये हिंदी का जैसा ऐसा पुल्लिंग स्त्रीलिंग देखने का कोई ज़रूरत नहीं है. अब हिम्मत से बोलो, ഞാൻ തിന്നുന്നു. मैं खाता हूँ, ഞാൻ തിന്നുന്നു. मैं खाता हूँ, मैं खाती हूँ. ഞാൻ തിന്നുന്നു. യാ ഞാൻ കഴിക്കുന്നു. ഞാൻ കഴിക്കുന്നു. യാ ഞാൻ തിന്നുന്നു. हम लिखते हैं, हम लिखते हैं. हम ഞങ്ങൾ, हम ഞങ്ങൾ. ഞങ്ങൾ बोलो तो एक से ज़्यादा होता है ना. हम एक से ज़्यादा होता है. हम बोलो तो एक से ज़्यादा होता है. ഞങ്ങൾ बोलो तो एक से ज़्यादा होता है. जितना भी हो, हजारों, 500 हो, करोड़ों. हम നമ്മൾ या ഞങ്ങൾ. हम लिखते हैं. तब क्या करने का, क्रिया के ऊपर ऐसा मात्रा आता है. एक मात्रा आता है क्रिया के ऊपर. ഈകാർ नहीं, ആകാർ नहीं, ആകാരമല്ല, ഈകാരമല്ല, എ എന്ന അർത്ഥം വരുന്ന ഒരു മാത്ര, അതാണ് അതിൻ്റെ മുകളിൽ വരുന്നത്. ലിഖിത്തേ, ഹം ലിഖിത്തേ ഹേ, ഹം ലിഖിത്തേ ഹേ. ഞങ്ങൾ എഴുതുന്നു. ഹം ലിഖിത്തേ ഹേ, ഞങ്ങൾ എഴുതുന്നു. ഹം ലിഖിത്തി, ഹം ലിഖിത്തി ഹേ, ഹം ലിഖിത്തേ ഹേ, ഹം ലിഖിത്തി ഹേ. इसका सबका मतलब മലയാളം में ഞങ്ങൾ എഴുതുന്നു. വി ആർ റൈറ്റിംഗ്, ഞങ്ങൾ എഴുതുന്നു. മലയാളത്തിൽ ഞങ്ങൾ എഴുതുന്നു എന്ന് പറയുന്നതിന് ഹിന്ദിയിലേക്ക് പറയുമ്പോൾ എങ്ങനെ പറയണം? ഹം ലിഖിത്തേ ഹേ എന്ന് പറയാം, ഹം ലിഖിത്തി ഹേ എന്ന് പറയണം. അങ്ങനെ സ്ത്രീലിംഗമാണെങ്കിൽ ഹം ലിഖിത്തി ഹേ, പുല്ലിംഗമാണെങ്കിൽ ഹം ലിഖിത്തേ ഹേ, അങ്ങനെ മാറ്റി പറയണം. ഞങ്ങൾ എഴുതുന്നു, ഞങ്ങൾ എഴുതുന്നു. ഞങ്ങൾ, ഞങ്ങൾ बोलते क्या, कौन कौन होता है? मैं और मेरे साथी और एक से ज़्यादा. हम लिखती है, हम लिखती है. हम लिखती है बोले तो, हम बोले तो कौन कौन होता है? मैं और मेरा साथी. हम लिखती है, ഞങ്ങൾ എഴുതുന്നു. ഞങ്ങൾ, हम ഞങ്ങൾ. कभी कभी ऐसा मतलब बदलता है मलयालम में, നമ്മൾ भी बोलता है, നമ്മൾ. इसका भी बोलते हैं हिंदी में हम बोलते हैं. हम बोले तो मलयालम में दो मतलब आता है. ഞങ്ങൾ, मैं और मेरे साथी, और നമ്മൾ बोले तो क्या होता है? तुम और मेरे साथ में कौन कौन है वो सब मिलकर. तुम्हारे साथ में कौन कौन होता है? सब मिलकर. और तुम और मैं दोनों मिलकर,
नम्मल नम्मल हम नम्मल ऐसा दो मतलब निकलता है मलयालम में। हम बोलो तुम, नम्मल नम्मल बोलो तुम और मैं, और तुम्हारे साथ कौन कौन है, मेरे साथ कौन कौन है, सब मिलकर नम्मल नम्मल हम। और हम बोलो तुम, ഞങ്ങൾ ഞങ്ങൾ बोलो तो क्या मतलब होता है, मैं और मेरा साथी, ഞങ്ങൾ ഞങ്ങൾ मैं और मेरा साथी ഞങ്ങൾ। तुम നമ്മൾ बोलो तो मैं और तुम, तुम्हारा साथी और हमारा साथी कौन कौन है, सब लोग मिलकर നമ്മൾ। നമ്മൾ എന്നതിന് മലയാളത്തിൽ നമ്മൾ എന്ന് നമ്മൾ പറയും. അതിന് നമ്മളെന്ന് പറയുമ്പോൾ ഈ കേൾക്കുന്ന ആളെയും കൂടെ കൂട്ടിയിട്ടാണ് പറയുക. കേൾക്കുന്ന ആളും ആളുടെ കൂടെയുള്ളവരും ഞാനും എൻ്റെ കൂടെയുള്ളവരും നമ്മളെല്ലാവരും കൂടുന്ന ഒരു ഗ്രൂപ്പ്. एक ही ग्रुप को मतलब है नम्मल, एक ग्रुप का मतलब है नम्मल, एक ग्रुप एक ही है। और दो ग्रुप होता तो कहते हैं जंगल बोलेगा, जंगल बोलेगा तुम सुनने वाला नहीं है, ये सुनने वाला नहीं बोलने वाला और उसके साथी सब मिलकर बोलते हैं जंगल। और नम्मल बोला तुम एक ही ग्रुप होता है, सब मिलकर एक ही ग्रुप होता है, ठीक है। चेचक वसूरी, चेचक को मलयालम में क्या बोलते हैं, वसूरी बोलते हैं। चेचक वसूरी अंग्रेजी में स्मॉल पॉक्स भी कहते हैं, स्मॉल पॉक्स ചേച്ചക് വസൂരി. അവന് വസൂരിയാണെന്ന് നമ്മളെങ്ങനെ പറയും, ഉസ്കു ചേച്ചക്കെ, ഉസ്കു ചേച്ചക്കെ, അവന് വസൂരിയാണ്, ഉസ്കു ചേച്ചക്കെ, അവന് വസൂരിയാണ്. മലയാളം में जो बोलते हैं मलबंधम, मलबंधम हिंदी में बोलेगा कब्जा, और दूसरे शब्दों में कोष्ठबद्धता, अंग्रेजी में कॉन्स्टिपेशन, अंग्रेजी में कॉन्स्टिपेशन. डॉक्टर के पास जाके क्या बोलेगा मलयालम में, എനിക്ക് മലബന്ധമാണ്, എനിക്ക് മലബന്ധമാണ്. दूसरे शब्दों में എനിക്ക് വയറ്റിൽ നിന്ന് പോകുന്നില്ല, എനിക്ക് വയറ്റിൽ നിന്ന് പോകുന്നില്ല. मुझे इसका ट्रांसलेशन अनुवाद ऐसा करेगा, मेरा पेट से नहीं जाता, मेरा पेट से नहीं जाते, എൻ്റെ വയറ്റിൽ നിന്ന് പോകുന്നില്ല, എൻ്റെ വയറ്റിൽ നിന്ന് പോകുന്നില്ല. अंग्रेजी में कॉन्स्टिपेशन. मलयालम में मन्नन बोलता है, मन्नन उसको अंग्रेजी में कहते हैं चिकन बॉक्स. ये कुछ खाने का चीज़ नहीं है, मन्नन और चिकन बॉक्स. उसको हमारा हिंदी में छोटी माता बोलते हैं, छोटी माता. ऐसा सीधा अनुवाद करेगा मलयालम में तो माँ की छोटी बहन ऐसा लिखता है. मतलब ऐसा हमारा शब्द ऐसे सीधे ट्रांसलेट कराएगा तो मलयालम में क्या होता है, माँ की छोटी बहन. ये ऐसा नहीं है, माँ की छोटी बहन नहीं, छोटी माता बोलो तो क्या होता है, चिकन बॉक्स होता है, चिकन बॉक्स. മലയാളത്തിലേക്ക് നേരെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചോട്ടി മാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ അനിയത്തി എന്ന് അർത്ഥം വരും. ചെറിയമ്മ, കുഞ്ഞമ്മ, കൊച്ചമ്മ എന്നൊക്കെ പറയും. പക്ഷെ അതല്ല ഇത്, പിന്നെന്താണ് ഇത്, ചിക്കൻ ബോക്സ് ആണ്, ചോട്ടി മാത. और एक शब्द है പൊള്ളൽ, जलना പൊള്ളൽ. अंगार से, गर्म पानी से, कोई गर्म चीज़ों से हमारा हाथ पैर और मुंह में किधर भी, जिस्म में किधर भी ऐसा लगता है, जल लगता है, उसको बोलता है പൊള്ളൽ. പൊള്ളൽ പറ്റി, जल लग गया, പൊള്ളൽ പറ്റി, हाथ जल गया, हाथ पाँव जल गया, പൊള്ളൽ പറ്റി. अग्निदाह हो गया. अंग्रेजी में क्या कहेंगे इसके लिए, बैंड. खाने का बन नहीं, बैंड पुल्ली. अगला है पुഴുക്കടി. क्या बोलते हैं, पुഴുക്കടി. तो चोजन बोलना, चोजन एक्सिमा. ऐसा पुഴുക്കടി आएगा तो, चोजन आएगा तो, एक्सिमा आएगा तो हमारा एक हाथ उधर ही रहेगा हमेशा. कैसे रहेगा, ऐसे रहेगा हमेशा, एक हाथ उधर ही रहेगा हमेशा. वो कभी ये हमेशा ऐसा पूछता रहता है. पुഴുക്കടി, चोजन, एक्सिमा. अगला है बधिरता. आएगा तो हम लोग को ऐसा कान नहीं सुनेगा ना, बधिरता आएगा तो क्या होता है, कान नहीं सुनेगा, कान में सुनाई नहीं देगा. बधिरता, डफनेस. उसकी हिंदी में क्या बोलेगा, बहरापन, डफनेस. ബധിരതയ്ക്ക് ഡഫ്നെസ് എന്ന് പറയും, ബഹറാപ്പൻ എന്നാണ് ഹിന്ദിയിൽ പറയുക. അഗല ഹെ പ്രമേഹം.
मधुमेह, हमारा भाषा में मधुमेह, अंग्रेजी में डायबिटीज, अंग्रेजी में डायबिटीज। मुझे शुगर है ऐसा बोलते हैं, आजकल का आदमी लोग ऐसा बोलते हैं, मुझे शुगर है। मलयाली भी ऐसा बोलते हैं, എനിക്ക് ഷുഗറാണ്, എനിക്ക് ഷുഗറാണ്, मुझे शुगर है, എനിക്ക് ഷുഗറാണ്। लेकिन उसका मलयालम वर्ड है, मलयालम शब्द है प्रमेहम, प्रमेहम, മധുമേഹ്, പ്രമേഹം, മധുമേഹ്, മധുമേഹ് എന്നാണ് പ്രമേഹത്തിന് ഹിന്ദിയിൽ പറയുക. എന്നാലും എല്ലാവരും ഇപ്പോൾ എനിക്ക് ഷുഗറുണ്ട് എന്ന് മലയാളത്തിൽ പറയുന്ന പോലെ മുझे ഷുഗർ है എന്ന് ഹിന്ദിയിൽ പറയും. അഗല ഹെ മലമ്പനി, 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 വിഷമജ്വർ, വിഷമജ്വർ, മലമ്പനി, मलेरिया, विषमज्वर, मलम्बनी, मलेरिया, अंग्रेजी में मलेरिया। लगता है आपको मलेरिया है, लगता है आपको मलम्बनी है, तो നിങ്ങൾക്ക് മലമ്പനിയാണെന്ന് തോന്നുന്നു. लगता है आपको विषमज्वर है, लगता है आपको विषमज्वर है। अगला है मഞ്ഞപ്പിത്തം, മഞ്ഞപ്പിത്തം, മഞ്ഞപ്പിത്തം, കാമല, കാമല, जॉन्डिस, മഞ്ഞപ്പിത്തം, കാമല, जॉन्डिस। अगला है मंद, मंद, तो हमको ऐसा दिखता ना कोई लोगों का, कोई आदमियों का, कोई आदमी का पैर में ऐसा एक पैर ऐसा नॉर्मल है और दूसरा पैर ऐसा बहुत बड़ा है, वो हाथी का जैसा पैर होता है, उसको बोलता है, क्या बोलता है, मंद, मंदगाल, मंदगाल बोलो तुम, स्लीपद, स्लीपद, मंदगाल, स्लीपद, मंद, मंद, स्लीपद, वो पैर, पैर को बोलता है काल, पैर को बोलता है काल, मंद, स्लीपद, फिलारियासिस, फिलारियासिस, मंद। और अगला है पुഴുക്കടി, वट्टचोरी बोलता है उसको, पुഴുക്കടി, वट्टचोरी भी बोलता है, वट्टचोरी, उसको क्या बोलते हैं, वट्टचोरी, रिंग वेम, रिंग वेम, पुഴുക്കടി, वट्टचोरी। दाद, हिंदी में क्या बोलते हैं, दाद, मलयालम में वट्टचोरी या पुഴുക്കടി, अंग्रेजी में रिंग वेम। अगला है रक्तसमर्दम, रक्तसमर्दम, रक्तसमर्दम बोल दो, रक्तचाप, रक्तचाप, ब्लड प्रेशर, ब्लड प्रेशर। अगला है वयറുകടി, वयറുകടി, पेजिस, वयറുകടി, पेजिस, डायरिया, अंग्रेजी में डायरिया, मलयालम में वयറുകടി, पेजिस, हिंदी में पेजिस। डिसेंट्री, अंग्रेजी में डिसेंट्री, अंग्रेजी में डिसेंट्री बोलता है। अगला है वेल्लपांड, वेल्लपांड, तो हमारा ये चमड़ा में है ना, हमारा चर्म में, चर्म के ऊपर ऐसा ये सफ़ेद निशान आता है ना हर जगह का, कोई कोई आदमी को इधर उधर आता है, दूसरा कोई लोगों को हाँ पूरा बदन में ऐसा वो सफ़ेद रंग निकलता है, उसको क्या बोलता है, वेल्लपांड बोलता है, मलयालम में वेल्लपांड बोलता है, वेल्लपांड। श्वेत कुष्ठ, श्वेत कुष्ठ, श्वेत कुष्ठ, वेल्लपांड, अंग्रेजी में क्या बोलता है, ल्यूकोडर्मा, 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 श्वेत कुष्ठ, वेल्लपांड। अगला है कोलरा, कोलरा बोले तो आजकल सबको सब भाषा वालों को मालूम होता है, कोलरा अंग्रेजी शब्द है, अंग्रेजी शब्द है कोलरा। कोलरा को मलयालम में क्या बोलेगा, मलयालम केरला वाले को भी नहीं मालूम, इसलिए मलयालम में भी बोलता है विशुचिगा, 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 हिंदी में हैजा बोलता है, हैजा, हिंदू में हैजा, कोलरा, अंग्रेजी में कोलरा। अगला है विरशल्यम, अगला है विरशल्यम, वो तो ये विरशल्यम, വിരശല്യം ഉണ്ടെങ്കിൽ പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വിരശല്യത്തിന് കിട്ടിയിരുന്ന മരുന്ന് ആൻറ്റിഫോർ എന്ന് പറഞ്ഞൊരു മരുന്ന് കിട്ടും, മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചാൽ തരും. അതൊരു ഡോസ് കുടിച്ചാൽ പിന്നെ വയറ്റിൽ ഒരു 2-3 വർഷത്തേക്ക് വിരയുടെ ശല്യമേ ഉണ്ടാവില്ല. വിര നെറുകന്തല വരെ കയറിയതാണെങ്കിൽ എല്ലാം ഇറങ്ങിപ്പോകുമായിരുന്നു. അതെല്ലാം ജീവനോടെ തന്നെ ഇറങ്ങിപ്പോകും അന്നത്തെ കാലത്ത്. ഇന്ന് അതിന് വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവർ ഒരു കഴിക്കുമ്പോൾ ഒരു 15 ദിവസം കൂടുമ്പോൾ കഴിക്കണമെന്ന് പറഞ്ഞാൽ, അപ്പോൾ എല്ലാം 15 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. ഒരിക്കലും ആ വിര തീർത്ത് നമ്മുടെ വയറ്റിൽ നിന്ന് പോകത്തുമില്ല, അതിൻ്റെ ശല്യം മെല്ലെ ഒന്ന് മയങ്ങി കിടക്കുള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ വിരയ്ക്കുള്ള മരുന്ന് തരാം, പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ബാത്ത് ക്യാ ഹേ,
ബാത്ത്, അതുപോലെ ക്യാ ബാത്ത്. അതുപോലെ ഈ ബാത്ത് കൂട്ടിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ബാത്ത് 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 എന്ന് ഉപയോഗിക്കാറുണ്ട്. എന്താണ് ഈ ബാത്ത്? എങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം? പലപ്പോഴും പലരും ഈ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര സംശയത്തോടു കൂടിയാണ് ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നന്നായി ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ചോദിക്കും, ഈ ബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാത്ത് പലപ്പോഴും പല സ്ഥലത്തും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ പല അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ബാത്തിനെ കുറിച്ച് യാതൊരു സംശയം വേണ്ട. ബാത്ത് എന്താണെന്ന് നമ്മൾ ഇന്ന് പൂർണ്ണമായിട്ട് പഠിക്കാൻ പോവാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് നമ്മൾ പഠിക്കും എന്താണ് ബാത്ത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉപയോഗം, എവിടെയെല്ലാമാണത് ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും വെറും 5 മിനിറ്റ് കൊണ്ട് ഒരു സംശയമില്ലാതെ നമ്മളിനി ഹിന്ദി സംസാരിക്കാൻ പോവാണ്. നിഷ്പ്രയാസ ഹിന്ദി സംസാരിക്കാൻ പോകണം. ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കാൻ പോവാണ്. സന്തോഷത്തോടെ ഹിന്ദി സംസാരിക്കാൻ പോവാണ്. നിർഭയം ഹിന്ദി സംസാരിക്കാൻ പോവാണ്. ക്യാ ബാത്ത്, ക്യാ ബാത്ത്, എന്താണ് കാര്യം എന്ന് ചോദിക്കും. ബാത്ത് ക്യാ ഹേ, കാര്യം എന്താണ്? ബാത്ത് ക്യാ ഹേ, കാര്യം എന്താണ്? എന്താ പറഞ്ഞത്? ബാത്ത് ക്യാ ഹേ, ബാത്ത് ക്യാ ഹേ, ബാത്ത് ക്യാ ഹേ. ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇതിങ്ങനെ ബാത്ത് ക്യാ ഹേ എന്നൊന്നും ചോദിക്കത്തില്ല. ബാത്ത് ക്യാ ഹേ എന്താണ്? ബാത്ത് ക്യാ ഹേ, അത്രേ ഉള്ളൂ. ബാത്ത് ക്യാ ഹേ, കാര്യം എന്താണ്? ഇപ്പോൾ നമ്മൾ മിക്കവാറും അതൊക്കെ തർക്കങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്നിടത്തായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യാം. ബാത്ത് ക്യാ ഹേ, എന്താണ് കാര്യം, എന്താണ് കാര്യം, എന്താ പ്രശ്നം എന്നൊക്കെ നമ്മൾ ചോദിച്ചില്ല, എന്താ പ്രശ്നം എന്നൊക്കെ നമ്മൾ ചോദിച്ചില്ലേ. അപ്പോൾ ബാത്ത് ക്യാ ഹേ, ബാത്ത് ക്യാ ഹേ, ക്യാ ബാത്ത് ഹേ. 10 പോയിൻ്റ് ഉണ്ട് ഇതിനകത്ത്. അതോടെ നമ്മൾ ഒമ്പാടി ഒരുപാട് സംശയങ്ങളൊക്കെ തീർന്നു. 10 പോയിൻ്റ്, അതിന് 1 മാത്രമേ ഇപ്പോൾ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇത് ആദ്യം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബാത്ത് കറോ, ബാത്ത് കറോ, ബാത്ത് കറോ, ബാത്ത് കറോ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ അത് എന്താ വരിക? ബാത്ത് കറോ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ പറഞ്ഞ ബാത്ത് എന്ന് പറഞ്ഞാൽ കാര്യം എന്നാണെന്ന് മനസ്സിലാക്കി. ക്യാ ബാത്ത് എന്ന് ചോദിച്ചപ്പോൾ എന്താണ് കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കറോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെയ്യുക എന്നാണെന്ന് നമുക്കറിയാം അല്ലേ? കറോ, ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ബാത്ത് കറോ എന്ന് നമ്മൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? കറക്റ്റ് പദാനുപദ തർജ്ജമ ചെയ്താൽ അതിൻ്റെ അർത്ഥം കാര്യം ചെയ്യുക എന്നുള്ള അർത്ഥം വരും അല്ലേ? പക്ഷേ അത് അങ്ങനെയല്ല ഉപയോഗിക്കണേ. ബാത്ത് കറോ, ബാത്ത് കറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കൂ എന്നാണ് അർത്ഥം. കാര്യം ചെയ്യൂ എന്നല്ല, സംസാരിക്കൂ. ബാത്ത് കറോ, സംസാരിക്കൂ. എന്താണ്? ബാത്ത് കറോ, ബാത്ത് കറോ, ബാത്ത് കറോ, സംസാരിക്കൂ. ബാത്ത് കറോ, സംസാരിക്കൂ. ബാത്ത് സംസാരം, ബാത്ത് കറോ, സംസാരിക്കൂ. ബാത്ത് മത്ത് കറോ, ബാത്ത് മത്ത് കറോ, സംസാരിക്കരുത്. ബാത്ത് നഹീ കർന, സംസാരിക്കണ്ട. ബാത്ത് മത്ത് കറോ, സംസാരിക്കരുത്. ബാത്ത് മത്ത് കർന, മിണ്ടി പോയേക്കരുന്നുള്ള അർത്ഥത്തിലാണ്. ബാത്ത് മത്ത് കർന, സംസാരിച്ചേക്കരുത്. ബാത്ത് മത്ത് കർന, സംസാരിക്കരുത്. ബാത്ത് കർന യാർ, സംസാരിക്കണോ? ഒരു കാര്യം പറയാൻ പോയി, എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ബബ്ബ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരന് ദേഷ്യം വരുന്നുണ്ട്. ധൈര്യത്തിന് വേണ്ടി കൊണ്ടുപോയതാണ് കൂട്ടുകാരനെ. അപ്പോൾ കൂട്ടുകാരന് ദേഷ്യം വരുന്നുണ്ട്. ബാത്ത് കർന യാർ, സംസാരിക്കുക. ഒരു പെണ്ണിനോട് പ്രേമിക്കുന്ന കാര്യം പറയാൻ പോയത്, പ്രണയത്തിൻ്റെ കാര്യം പറയാൻ പോയത്, അതൊന്ന് സപ്പോസ് അങ്ങനെ ഒന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ചെന്ന് പെണ്ണിൻ്റെ അടുത്ത് ചെന്നിട്ട് വേറെ പല കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നമാർ പ്രേമം പറയാൻ പോയിട്ട്, സ്നേഹമാണെന്ന് പറയാൻ പോയിട്ട് പെണ്ണിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പിന്നെ തിരുവനന്തപുരത്തുള്ള ബസ് എപ്പോഴാ എന്നൊക്കെ ചോദിക്കുന്ന പോലെ പറയാൻ പോയത് എന്താണ്? മേ തുമേ പ്യാർ കർത്തിയും, മേ തുമേ പ്യാർ കർത്തിയും എന്ന് പറയാനാണ് പോയത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് എന്താ പറയണത്? തിരുവനന്തപുരം ജാനേക്ക ബസ് കാ ആയേഗ, തിരുവനന്തപുരം ജാനേക്ക ബസ് എവിടെ, തിരുവനന്തപുരത്ത് പോകാനുള്ള ബസ് എവിടെ വരിക? തിരുവനന്തപുരം ജാനേക്ക ബസ് കിത്തന ബജെ ആയേഗ, തിരുവനന്തപുരത്ത് പോകാനുള്ള ബസ് എപ്പോൾ വരും? പറയാൻ പോയത് എന്താണ്? മേ തുമേ ബഹുത് പ്യാർ കർത്തിയും, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പറയാനാണ് പോയത്. അപ്പോൾ അവരിങ്ങനെ പോയിട്ട് ബബ്ബി അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പെണ്ണിൻ്റെ അടുത്ത്. പൂവങ്കോഴി ഇങ്ങനെ ത്രിപുട താളം ചവിട്ടി നിൽക്കും പോലെ. അപ്പോൾ കൂട്ടുകാരൻ ദേഷ്യം വരും. അപ്പം ദേഷ്യം വന്നിട്ട് പറയാണ്, ബാത്ത് കർണ യാർ, സംസാരിക്കടാന്ന്. അതിൻ്റെ അർത്ഥം അതിനകത്ത് മുഴുവനുണ്ട്. എന്തൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്, പറയാൻ പറ്റുന്നതൊക്കെ വേണമെങ്കിൽ പറയാം. കൂട്ടുകാരൻ്റെ അടുപ്പം അനുസരിച്ച് എത്ര വേണമെങ്കിലും പറയും. ബാത്ത് കർണ മേ ക്യാ ഹേ, ബാത്ത് കർണ മേ ക്യാ ഹേ, സംസാരിക്കുന്നതിന് എന്താ? ബാത്ത് കർണ മേ ക്യാ ഹേ. ഇവിടെ ബാത്ത് എന്നുള്ളതിന് സംസാരം എന്നുള്ള അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. ബാത്ത് കർണ മേ ക്യാ ഹേ,
സംസാരിക്കുന്നതിനെന്താ? ഒന്ന് പറയണനെന്താ? എന്താ കുഴപ്പം? പറഞ്ഞൂടെ? बात करने में क्या है? बात बताने में क्या है? बात बताने में क्या है? കാര്യം പറയുന്നതിനെന്താ? അപ്പോഴത്തെ കാര്യം എന്നായി അർത്ഥം. ബാത് ബത്താനെ മേ ക്യാ ഹേ? കാര്യം പറയുന്നതിനെന്താ? ബാത് കർനെ മേ ക്യാ ഹേ? സംസാരിക്കുന്നതിനെന്താ? അർത്ഥം മാറുന്നുണ്ടോ? ചെറുതായിട്ട് അർത്ഥം മാറുന്നുണ്ടല്ലേ? बात करने में क्या है और दूसरे शब्दों में बात बताने में क्या है? बात बताने में क्या है? इसमें अलग मतलब अलग निकलता है. बात करने में क्या है? तो बात करने में तो क्या है? कुछ नहीं. तो हमको जो कहने का है, जो कहने का उसमें क्या है? कुछ नहीं. तो बात बताने में तो ये प्रणय की बात है. हमारा प्रणयनी के पास जाकर ये बात तो बोलने का, लेकिन बोलता नहीं. तो अपना दिल में क्या है, हमारा दिल में क्या रहता है, वो तो बताएगा तो मालूम पड़ता है. वो छोकरी भी चाहता है तुम्हारे मुंह से वो निकलने के लिए, लेकिन तो उसके पास जाके क्या बोलता है? वो ट्रिचूर जाने का बस कहाँ मिलेगा, वो कलकत्ता जाने के लिए ट्रेन किधर से मिलेगा, कौन सा प्लेटफॉर्म में आएगा, ऐसा पूछेगा. ये सीधा बताने का उसको. एक मेरे को एक बात बताना है, मैं तुम्हें बहुत प्यार करती हूँ, मैं तुझे बहुत प्यार करती हूँ, मैं तुझे बहुत प्यार करती हूँ. ये बताने का ना, इसमें क्या है? कुछ नहीं. ये तो बताने का. नहीं बताएगा तो कैसे मालूम पड़ता है तू उसको प्यार करते है क्या नफरत करते है क्या, कैसे मालूम पड़ता है? बात क्या है? കാര്യം എന്താണ്? കാര്യം എന്താണ്? ബാത്ത് ക്യാ ഹേ? എന്താണ് കാര്യം? എന്താണ് ബാത്ത് ക്യാ ഹേ? കാര്യം എന്താണ്? जल्दी हम लोग पूछते हैं ऐसा क्या बात है, क्या बात है? तो लिखने में कैसे लिखेंगे? क्या बात है. എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതും? क्या बात है. പറയുമ്പോഴോ क्या बात है. ये शॉर्ट हो गया, ऐसा छोटा हो गया. क्या बात है? मतलब एक ही है. അർത്ഥം എന്താണ്? मतलब एक ही है. क्या बात है, क्या बात है. എന്താണ് വിശേഷം, എന്താണ് വിശേഷം. दूसरे शब्दों में എന്താണ് വർത്തമാനം. क्या बात है, क्या बात है, क्या बात है, क्या बात है, क्या बात है. എന്താ വിശേഷം, എന്താ വർത്തമാനം, എന്താ വർത്തമാനം, എന്താ വിശേഷം. क्या बात है, क्या बात है. एक बात बोलूं क्या? मैं एक बात बोलूं, एक बात बोलूं क्या? ഒരു കാര്യം പറയട്ടെ. एक बात बोलूं क्या? ഒരു കാര്യം പറയട്ടെ. एक बात बोलूं क्या? 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 ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം പറയട്ടെ. एक बात बोलूं क्या? ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം അറിയിക്കട്ടെ. ഒരു കാര്യം പറയട്ടെ. एक बात बोलूं क्या? ഒരു കാര്യം പറയട്ടെ. ബോലനാ, ബോലിയനാ. ഓ, പെൺകുട്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്, ഇയാളുടെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്. ഈ പൊട്ടനൊന്ന് പറയണില്ലല്ലോ എന്നാണ് അവളുടെ മനസ്സിൽ. ഇവനിങ്ങനെ നെഞ്ചിടിച്ചിട്ട് പറയാൻ വയ്യ. एक बात बोलूं क्या? बोलना, बोलिएना, बोलोरा, बोलिएना. ആ പിന്നെ പറയാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. എങ്ങനെ? मुझे एक बात बताने का है, मुझे एक बात बताने का है, मुझे एक बात बताने का है. അത് പറയുമ്പോൾ എങ്ങനെ പറയാം? मुझे एक बात बताना क्या है, मुझे एक बात बताना 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 है. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ പറയടാ, ബോൽന യാർ, ബോൽന യാർ. ഒന്ന് പറയൂ ചങ്ങാതി. ബോൽന യാർ, ഒന്ന് പറയൂ ചങ്ങാതി. യാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്, സുഹൃത്താണ്, വേണ്ടപ്പെട്ട ഒരാളാണ്. ബോൽന യാർ, ബോൽന യാർ. പറയൂ ചങ്ങാതി. ബോൽന യാർ, പറയൂ ചങ്ങാതി. ബോൽന യാർ, പറയൂ ചങ്ങാതി. मुझे एक बात बताने का है, मुझे एक बात बताना है, मुझे एक बात बताने के है. तो ऐसा शॉर्ट करके बोलेगा तो कैसे बोलेगा? मुझे एक बात बताना है. तो ऐसा लंबा लिखने में कैसे लिखता है? मुझे एक बात बताने का है, ऐसा बोलेगा. मुझे एक बात बताने का है. शॉर्ट ऐसा बोलेगा, ऐसा मुझे एक बात बताना है, എനിക്കൊരു കാര്യം പറയാനുണ്ട്. तो बोलो ना, तो बोलो ना. എങ്കിൽ പറയൂ. तो
തോ ബോലോന എങ്കിൽ പറയൂ. തോ ബോലോന എങ്കിൽ പറയൂ. തോ ബോലോന എങ്കിൽ പറയൂ. ഏക് ബാത്ത് കഹനാ ഹേ ഒരു കാര്യം പറയാനുണ്ട്. ഒരു കാര്യം പറയാനുണ്ട്. ഏക് ബാത്ത് ബത്താനാ ഹേ. ഏക് ബാത്ത് ബത്താനാ ഹേ. ഏക് ബാത്ത് ബത്താനാ ഹേ. ഏക് ബാത്ത് ബത്താനാ ഹേ. ഒരു കാര്യം പറയാനുണ്ട്. ഒരു കാര്യം പറയാനുണ്ട്. മേ ഏക് ബാത്ത് ബത്താവും ഒരു കാര്യം പറയട്ടെ. മേ ഏക് ബാത്ത് ബത്താവും ഒരു കാര്യം പറയട്ടെ. മേ ഏക് ബാത്ത് ബത്താവും ഒരു കാര്യം പറയട്ടെ. മുझे ഏക് ബാത്ത് ബത്താനാ ഹേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. മുझे ഏക് ബാത്ത് ബത്താനാ ഹേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഏക് ബാത്ത് ഹേ ഏക് ബാത്ത് ഹേ ഒരു കാര്യമുണ്ട്. നമുക്ക് മലയാളത്തിൽ എപ്പോഴും ഇതൊക്കെ പറയേണ്ടി വരില്ലേ? എല്ലാ ഭാഷയിലും ഉണ്ട്. വൺ തിങ് നമ്മൾ പറയാം. വൺ തിങ് ഏക് ബാത്ത് ഹേ ഒരു കാര്യം പറയാനുണ്ട്. വൺ തിങ് ഒരു കാര്യം പറയാനുണ്ട്. കുച്ച് ബോലനാ ഹേ തുയ്സെ കുച്ച് कहना है. तुझसे कुछ बोलना है. एक बात है. एक बात है तुझसे कहने के लिए एक बात है. तुझसे एक बात है നിന്നോടൊരു കാര്യമുണ്ട്. തുയ്സെ ഏക് ബാത്ത് നിന്നോടൊരു കാര്യമുണ്ട്. ബാത്ത് കാര്യം. ബാത്ത് കാര്യം. വിശേഷം. ക്യാ ബാത്ത് എന്താ വിശേഷം? ഏക് ബാത്ത് ബത്താനാ ക്യാ ഹേ ഒരു കാര്യം പറയാനുണ്ട്. വിശേഷം വർത്തമാനം. ക്യാ ബാത്ത് എന്താ വർത്തമാനം? ക്യാ ബാത്ത് എന്താ വർത്തമാനം? ക്യാ സമാചാർ ഹേ എന്താ വർത്തമാനം? ക്യാ ബാത്ത് ക്യാ ബാത്ത് എന്താണ് വർത്തമാനം? ക്യാ സമാചാർ ഹേ. ഓ സാത്തി രേ തേരെ ബിനാ ബി ക്യാ ജീനാ തേരെ ബിനാ ബി ക്യാ ജീനാ. ബിന ബിന എന്ന വാക്ക് എവിടെയൊക്കെ എങ്ങനെയൊക്കെ എപ്പോഴൊക്കെ ഉപയോഗിക്കണം, ആരോടൊക്കെ ആർക്കൊക്കെ എപ്പോഴൊക്കെ പറയണം എന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ബിന എന്ന വാക്കിൻ്റെ അർത്ഥം ബിന എന്ന വാക്കിൻ്റെ അർത്ഥം ഒഴികെ, ഒഴികെ അല്ലെങ്കിൽ കൂടാതെ, കൂടാതെ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം നമുക്ക് നോക്കാം. ബിന ഒഴികെ അല്ലെങ്കിൽ കൂടാതെ. ബിന इसको मलयालम में क्या बोलते हैं? बिना ഒഴികെ. ഒഴികെ. दूसरे शब्दों में കൂടാതെ. കൂടാതെ. दूसरे शब्दों में ഇല്ലാതെ. ഇല്ലാതെ. ഇല്ലാതെ ഒഴികെ കൂടാതെ. हिंदी हिंदी शब्द बिना. तेरे बिना. तेरे बिना നിന്നെ കൂടാതെ. मेरे बिना. മേരി ബിന എന്നെ കൂടാതെ. തേരി ബിന നിന്നെ കൂടാതെ. തേരി ബിന നിന്നെ കൂടാതെ. മേരി ബിന എന്നെ കൂടാതെ. ഓ സാത്തി രേ തേരെ ബിന പി ക്യാ ജീനാ. ഓ സാത്തി രേ തേരാ ബിന ബി ക്യാ ജീനാ. तेरे बिना भी क्या जीना. ओ साथी रे तेरी बिना भी क्या जीना. तेरी बिना भी क्या जीना. എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി, എൻ്റെ പ്രിയേ, എൻ്റെ കാന്തേ, നിന്നെ കൂടാതെ എനിക്കെന്ത് ജീവിതം. ഉസ്കെ ബിന അതുകൂടാതെ. ഉസ്കെ ബിന അത് കൂടാതെ. ഉസ്കെ ബിന ഉസ്കെ ബിന അത് കൂടാതെ. അത് ഒഴികെ. അത് ഒഴികെ. ഉസ്കെ ബിന അത് കൂടാതെ. ദൂസറേ ശബ്ദോ മേ അത് ഒഴികെ. അത് ഒഴികെ. इसका हिंदी शब्द उसके बिना. उसके बिना അത് കൂടാതെ യാ അത് ഒഴികെ. ഓ സാത്തി രേ तेरे बिना भी क्या जीना. तेरे बिना भी क्या जीना. इसके बिना. इसके बिना ഇത് കൂടാതെ या ഇത് ഒഴികെ. इसका हिंदी शब्द है इसके बिना. मलयालम शब्द ഇത് ഒഴികെ या ഇത് കൂടാതെ. ഇത് കൂടാതെ. ഇത് ഒഴികെ. ഇത് ഒഴികെ. दूसरे शब्दों में ഇത് കൂടാതെ. हिंदी शब्द इसके बिना. तेरे बिना पे क्या जीना. तेरे बिना भी क्या जीना. ओ साथी रे तेरे बिना भी क्या जीना. എൻ്റെ പ്രിയേ, എൻ്റെ കാന്തേ, നിന്നെ കൂടാതെ എന്ത് ജീവിതം.
ആത്തേ ബിന, ആനേ ബിന, ആത്തേ ബിന. മലയാളം വരാതെ, വരാതെ, വരാതെ. ആനേ ബിന, ആത്തേ ബിന, ആനേ ബിന, ആത്തേ ബിന, ആനേ ബിന അല്ലെങ്കിൽ ആത്തേ ബിന. മലയാള അർത്ഥം വരാതെ. जाते बिना, जाते बिना. हिंदी शब्द जाते बिना. मलयालम പോകാതെ, പോകാതെ. जाते बिना, പോകാതെ. दूसरे शब्दों में हिंदी शब्द जाते बिना, मलयालम പോകാതെ, പോകാതെ. करने बिना, करने बिना. മലയാളം ചെയ്യാതെ, ചെയ്യാതെ. കർണേ ബിന, ചെയ്യാതെ. ഓ സാത്തി രേ തേരെ ബിന ബി ക്യാ ജീന, തേരെ ബിന ബി ക്യാ ജീന. വസ്താത്തി രേ തേരെ ബിന ബി ക്യാ ജീന, തേരെ ബിന ബി ക്യാ ജീന. ബോൽനെ ബിന, ബോൽനെ ബിന, ബോൽനെ ബിന. പറയാതെ, ബോൽനെ ബിന, പറയാതെ, പറയാതെ. ബോൽനെ ബിന, പറയാതെ. സോച്ചേ ബിന, സോച്ച് ബിന, ചിന്തിക്കാതെ. സോച്ച് ബിന, ചിന്തിക്കാതെ. ബിനാ സോച്ച്, ബിനാ സോച്ച്, ചിന്തിക്കാതെ. സോച്ചേ ബിന, ബിനാ സോച്ച്, ചിന്തിക്കാതെ, ചിന്തിക്കാതെ. ഓ സാത്തി രേ തേരാ ബിനാ ബി ക്യാ ജീന, ഓ സാത്തി രേ തേരെ ബിനാ ബി ക്യാ ജീന, തേരെ ബിനാ ബി ക്യാ ജീന. സോത്തേ ബിന, സോത്തേ ബിന, ഉറങ്ങാതെ. സോത്തേ ബിന, ഉറങ്ങാതെ, ഉറങ്ങുക. സോത്തേ ബിന, ഉറങ്ങാതെ. സോത്തേ ബിന, ഉറങ്ങാതെ, ഉറങ്ങാതെ. സോത്തേ ബിന, ഉറങ്ങാതെ. കാത്തേ ബിന, തിന്നാതെ. കാത്തേ ബിന, തിന്നാതെ. എന്തിനാണ് തിന്നാതെയും കുടിക്കാതെ ഇങ്ങനെ ഉണ്ടാക്കണേ? കാത്തേ ബിന, खाना पीना छोड़कर तुम कई को ऐसा पैसा कमाता है, खा के पी के कुछ बच रहेगा तो कुछ बच गया तो वो तो कमाओ, वो तो बैग में तुम्हारा खाता में डालो. और बिना खाना खाने बिना तुम कुछ बचाओगे तो वो सब अस्पताल में देना पड़ेगा ना. ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ പട്ടിണി കിടന്നൊക്കെ ഉണ്ടാക്കിയാൽ അത് അവസാനം ആശുപത്രി കൊടുക്കേണ്ടി വരും. इसलिए तुम लोग को ऐसा खा पी कर कुछ बच गया तो वो खाता में डाल दो, तुम्हारा बचत में रहेगा, नहीं तो तुम अस्पताल में देना पड़ेगा. इसलिए खाने बिना, खाते बिना, കഴിക്കാതെ, ഭക്ഷണം കഴിക്കാതെ. खाने बिना, खाते बिना, കഴിക്കാതെ. തിന്നാതെ. दूसरे शब्दों में तिन्नादे. ओ साथी रे तेरे बिना भी क्या जीना, तेरे बिना भी क्या जीना. ओ साथी रे तेरे बिना भी क्या जीना, तेरे बिना भी क्या जीना. എൻ്റെ ചക്കരേ, നിന്നെ കൂടാതെ എനിക്ക് എന്ത് ജീവിതം? എൻ്റെ ചക്കരേ, എൻ്റെ പ്രിയേ, എൻ്റെ കാമിനി, എൻ്റെ കാന്തേ, എൻ്റെ കരളേ, നിന്നെ കൂടാതെ എനിക്ക് എന്ത് ജീവിതം? അപ്പന, അപ്പന എന്ന് പറയാൻ നമുക്കറിയാം എന്താണ്? എൻ്റെ, അത്രേ ഉള്ളൂ അർത്ഥം. അപ്പന എന്ന് പറഞ്ഞാൽ എൻ്റെ എന്ന് മാത്രമേ ഉള്ളൂ. മേര എന്ന് പറഞ്ഞാൽ എൻ്റെയാണ്. മേര എന്ന് പറഞ്ഞാൽ എൻ്റെയാണ്. അപ്പോൾ അപ്പന എന്ന് പറഞ്ഞാലോ ചിലപ്പോഴൊക്കെ എൻ്റെ ആവും, ചിലപ്പോഴൊക്കെയോ മറ്റു ചിലപ്പോഴൊക്കെയോ അപ്പന എന്ന് പറഞ്ഞാൽ തൻ്റെ. അപ്പന കാം കർ റേ സാലേ, അപ്പന കാം കർ റേ. എടാ നാറി, നീ നിൻ്റെ പണിയെടുക്കും. ജാ അപ്പന കാം കർ, ജാ അപ്പന കാം കർ. താൻ തൻ്റെ പണിയെടുക്ക്. ജാ പോ, ജാ അപ്പന കാം കർ, പോയി തൻ്റെ പണിയെടുക്ക്. അപ്പോൾ ഈ അപ്പന എന്ന് പറഞ്ഞാൽ എൻ്റെ ആണെങ്കിലും ചില സമയത്ത് തൻ്റെ എന്നുള്ള അർത്ഥം വരും. ജാരേ തൂ തേരെ കാം കർ, പോടാ നീ നിൻ്റെ പണിയെടുക്ക്. തൂ തേരെ കാം കർ, ജാ അപ്പന കാം കർ, പോയി നിൻ്റെ പണിയെടുക്ക്, തൻ്റെ പണിയെടുക്ക്. അത് സ്ത്രീലിംഗത്തിലാണ് പറയണമെങ്കിലോ, സ്ത്രീലിംഗമാണെങ്കിലോ അപ്പനി, എൻ്റെ, അപ്പനി, തൻ്റെ. ജാ അപ്പനി കാം കർ. സ്ത്രീലിംഗം ജാ അപ്പനി കാം കർ,
യേ അപ്നാ ഇതെൻ്റെയാണ്, യേ അപ്നാ ഹേ ഇതെൻ്റെയാണ്, യേ മേരാ ഹേ ഇതെൻ്റെയാണ്, യേ മേരാ ഹേ ഇതെൻ്റെയാണ്, യേ അപ്നി ഹേ യേ അപ്നാ ഹേ ഇതെൻ്റെയാണ്, ഇതെൻ്റേതാണ്. ജാ തേരാ കാം കർ പോയി നിൻ്റെ പണിയെടുക്ക്. ജാ അപ്നാ കാം കർ താൻ തൻ്റെ പണിയെടുക്ക്. ജാ അപ്നാ അപ്നാ കാം കർ അവനവൻ്റെ പണിയെടുക്ക്. അപ്നാ അപ്നാ കാം കർ അവനവൻ്റെ പണിയെടുക്ക്. അപ്പനെ അപ്പനെ കാം കർ അപ്പനെ അപ്പനെ കാം കർ അവനവൻ്റെ പണിയെടുക്ക്. അപ്പന അപ്പനി അപ്പന എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം, തൻ്റെ, തൻ്റെ തന്നെ, അവനവൻ്റെ. അപ്പന അപ്പന അവനവൻ്റെ, അപ്പന തൻ്റെ, എൻ്റെ എന്നും അർത്ഥം വരും, തൻ്റെ എന്നും അർത്ഥം വരും. അപ്പന തൻ്റെ, യ എൻ്റെ. അപ്പന മതലബ് തൻ്റെ, യ എൻ്റെ. തൻ്റെ പോലത്തും തേര, എൻ്റെ പോലത്തും മേര. എൻ്റെ, എൻ്റെ, മേര, മേര, എൻ്റെ. തൻ്റെ, തൻ്റെ, അപ്പന പോലത്തും തേര, തേര തൻ്റെ. മേര എൻ്റെ. अपना अपना मेरा और तेरा दोनों मतलब निकलता है. രണ്ടർത്ഥമുണ്ട്. अपनी 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 मेरी अपनी तेरी. उसे अपनाया उसे अपनाया उसे अपनाया इसका मतलब है അവനെ അവളെ സ്വീകരിച്ചു. ഉസ്സെ അവനെ അവളെ, അപ്പനായ സ്വീകരിച്ചു കൈക്കൊണ്ടു. ഉസേ അപ്പനായ ഉസേ ഉസേ അപ്പനായ ഉസേ അപ്പനായ അവനെ അവളെ. ഉസനെ എന്ന് പറഞ്ഞാൽ അവനെന്നും അവളെന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഉസനെ അപ്പനായ എന്ന് പറഞ്ഞാൽ അവനെയും അല്ലെങ്കിൽ അവളെ സ്വീകരിച്ചു, അവനെ സ്വീകരിച്ചു അല്ലെങ്കിൽ അവളെ സ്വീകരിച്ചു. ഉസേ അപ്പനായ അവനെ സ്വീകരിച്ചു, യ അവളെ സ്വീകരിച്ചു. ഉസേ അപ്പനായ ഉസേ അപ്പനായ അവനെ സ്വീകരിച്ചു, മെയിൽ പുല്ലിംഗ്. ഉസേ അപ്പനായ അവളെ സ്വീകരിച്ചു, അവളെ സ്വീകരിച്ചു, സ്വീകരിച്ചു കൈക്കൊണ്ടു എന്നൊക്കെ പറയാൻ അപ്പനായ എന്ന് നമുക്ക് പറയാം. ഗ്രഹൺ കർദിയ ഗ്രഹൺ കർദിയ അപ്പനായ അപ്പനായ ഗ്രഹൺ കർദിയ സ്വീകരിച്ചു, സ്വീകാർ കിയ അങ്ങനെയൊക്കെ പറയാം നമുക്ക്. പക്ഷേ അപ്പനായ എന്ന വാക്കിൻ്റെ അർത്ഥം സ്വീകരിച്ചു, സ്വന്തമാക്കി അല്ലെങ്കിൽ കൈക്കൊണ്ടു എന്നൊക്കെയാണ് അർത്ഥം. അപ്പനായ സ്വീകരിച്ചു, കൈക്കൊണ്ടു, സ്വന്തമാക്കി. സ്വീകാർ കിയ സ്വീകാർ കിയ സ്വീകരിച്ചു. അപ്പനായ ഗ്രഹൺ കർദിയ സ്വീകരിച്ചു, കൈക്കൊണ്ടു, സ്വീകരിച്ചു. അപ്പനായെങ്കിൽ 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 സ്വീകരിക്കും, സ്വീകരിക്കാം. അപ്പനായെങ്കിൽ കൈക്കൊള്ളാം, അപ്പനായെങ്കിൽ സ്വന്തമാക്കാം, അപ്പനായെങ്കിൽ അപ്പനായെങ്കിൽ സ്വീകരിക്കാം, കൈക്കൊള്ളാം, സ്വന്തമാക്കാം. ഗ്രഹൺ കരേഗ अपनाएग ग्रहण करेगा, स्वीकार करेगा, स्वीकार करेगा, ग्रहण करेगा, अपनाएगा, अपनाएगा, अपनाएगी. अपनाओ अपनाओ സ്വന്തമാക്കൂ, അപ്പനാവോ സ്വന്തമാക്കൂ. സ്വീകരിക്കൂ സ്വീകരിക്കൂ, അപ്പനാവോ സ്വീകരിക്കൂ, സ്വന്തമാക്കൂ. ഗ്രഹൺ കറോ ഗ്രഹൺ കറോ സ്വീകരിക്കൂ. സ്വീകാർ കറോ സ്വീകരിക്കൂ. അപ്പനാവോ സ്വന്തമാക്കൂ, സ്വീകരിക്കൂ. അപ്പനാന അപ്പനാന പുണരുക, സ്വന്തമാക്കുക, പുണരുക. അപ്പനാന പുണരുക, സ്വന്തമാക്കുക, സ്വീകരിക്കുക. अपने आप अपने आप अपने आप അവനവൻ തന്നെ, താൻ താങ്കളുടെ, താൻ താങ്കൾ, താൻ താങ്കൾ. अपने आप സ്വയം, अपने आप സ്വയം തന്നെ, अपने आप. अपने आप को क्या समझता है, अपने आप को क्या समझता है. തന്നെ പറ്റി താൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? വലിയ പുള്ളിയാണെന്ന്. अपने आप को क्या समझता है, തന്നെ പറ്റി താൻ എന്താ വിചാരിക്കുന്നത്? ഇതിനിവിടുത്തെ രാജാവാണെന്നോ? ക്യാ രാജാ ഹെ, ക്യാ രാജാ ഹെ, ക്യാ समझता है, अपने अपने आप को आप क्या समझता है, अपने आप को क्या समझता है. നിനക്കെന്നാ, നിന്നെപ്പറ്റി നിനക്കെന്താ വിചാരം, നിനക്കെന്താ വിചാരം? ക്യാ समझता है, എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? अपने आप को क्या समझता है, എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്?
തന്നെപ്പറ്റി താൻ എന്താണ് ചിന്തിക്കുന്നത്? തന്നെപ്പറ്റി താൻ എന്താണ് വിചാരിക്കുന്നത്? अपने आप को क्या समझता है? अपने आप को क्या समझता है? താൻ തന്നെപ്പറ്റി എന്താണ് കരുതിയിരിക്കുന്നത്? अपने आप को क्या समझता है? तुम्हारे बारे में तुमको क्या समझता है? तुम्हारे बारे में तुम क्या सोच रहे हो? तुम्हारे बारे में क्या सोच रहे हो? നിങ്ങളെപ്പറ്റി നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? अपने आप को क्या समझता है? अपने आप को क्या समझता है? तुम्हारे बारे में क्या समझता है? तुम्हारे बारे में क्या सोच रहे हैं? तेरे बारे में तू क्या सोच रहे? നിന്നെപ്പറ്റി നീ എന്താണ് വിചാരിക്കുന്നത്? तेरे बारे में तू क्या सोच रहे है? നിന്നെപ്പറ്റി നീ എന്താ വിചാരിക്കുന്നത്? എന്താണ് വിചാരിച്ചിരിക്കുന്നത്? താൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിന്നെപ്പറ്റി നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നീ ആരാണെന്നൊരു ധാരണ? तू क्या समझते है? तू कौन है? क्या समझते? तू तेरे बारे में क्या समझता है? क्या सोचता है? നിന്നെപ്പറ്റി നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിന്നെപ്പറ്റി നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? എന്താ നീ മനസ്സിലാക്കിയിരിക്കുന്നത്? तू कौन है? ആരാ നീ? ആരാ നീ? कौन है तू? आरा नहीं? कौन है तू? क्या दादागिरी करते क्या? दादागिरी करते? क्या गुंडागिरी करते क्या? गुंडागिरी करते क्या? എന്താ ഗുണ്ട? നീ എന്താണ് മടുത്തരം കാട്ടണോ? എന്താ റൗഡിത്തരം എടുക്കണോ? റൗഡിസം ഇളക്കുവാണോ? ക്യാ കർത്തേ? ഗുണ്ടാഗിരി കർത്തേ ക്യാ? ഗുണ്ടായിസം ഇറക്കുവാണോ? ഗുണ്ടായിസം ഇറക്കുവാണോ? ഗുണ്ടായിസം ഇറക്കുകയാണോ? ഗുണ്ടായിസം ഇറക്കുകയാണോ? ഗുണ്ടായിസം ഇറക്കുക? ഗുണ്ടായിസം ഇറക്കുകയാണോ? क्या कर रहे? क्या दादा समझता है क्या तू? अपने आप को दादा समझता है क्या तू? നീ എന്താ നിനക്ക് തന്നെ നീ തന്നെ ദാതയാണെന്ന് വിചാരിച്ചിരിക്കണോ? रेस्टोरेंट में गई, सब लोग साथ में बैठकर एक मेज का सामने बैठकर सब लोग खाना खाए. दोस्त लोग होटल में चले गए. नहीं, एक भीड़ होटल में चले जाते एक साथ, और एक मेज के सामने बैठकर सब लोग खाना खाए. तो सप्लायर खाने के बाद सप्लायर आए, पूछा बिल साथ में दूँ? बिल साथ में दूँ? बोला अपना अपना दो. बिल अपना अपना करो. बिल अपना अपना कर दो. ഹോട്ടലിൽ കയറി, റെസ്റ്റോറൻറ്റിൽ കയറി, ഒരുമിച്ച് കൂട്ടം കൂടിയാണ് പോയത്. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിച്ചു. സപ്ലയർ വന്നു ചോദിക്കുകയാണ്, ബില്ല് ഒരുമിച്ച് തരട്ടെ? എല്ലാവരുടെയും കൂടെ ബില്ല് ഒരുമിച്ച് തരട്ടെ? അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അവനവൻ്റെ തന്നേക്ക്, ബില്ല് അവനവൻ്റെ തന്നാൽ മതി. എങ്ങനെയാണ് പറഞ്ഞത്? അപ്പന അപ്പന കറുതോ, അവനവൻ്റെതായിട്ട് എഴുതരാം, സ്വന്തമായിട്ട് എഴുതരാം. ഓരോരുത്തരുടെ ബില്ല് വേറെ വേറെ എഴുതരാം. അലകലക് ദേതോ, അലകലക് വേറെ വേറെ തരൂ. ബിൽ അലകലക് ദേതോ, ബില്ല് വേറെ വേറെ തരിക. ബില്ല് വേറെ വേറെ തരിക. ബിൽ അലകലക് ദേതോ. അപ്പന അപ്പന കറുതോ, ഓരോരുത്തരുടെയും വേറെ 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 താങ്കളുടെ തരൂ. റെസ്റ്റോറൻറ്റ് ചലയെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഏക് സാത്ത് ചലേ ഗए, ഒരുമിച്ച് പോയി. ഏക് മേശ് കെ സാമനെ ബൈഠ്കർ ഖായ, എല്ലാവരും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഒരു മേശയുടെ മുമ്പിലിരുന്ന് എല്ലാവരും കഴിച്ചു. ഖാനെ കെ ബാദ്, ഭക്ഷണത്തിന് ശേഷം സപ്ലയർ ആയെ, സപ്ലയർ വന്നു. और पूछा പിന്നെ ചോദിച്ചു. അവർ ചോദിച്ചു പിന്നെ ചോദിച്ചു, ബിൽ ഏക് സാത്ത് ദൂം, ബില്ല് ഒരുമിച്ച് തരട്ടെ? ബിൽ ഏക് സാത്ത് ദൂം, ബിൽ ഏക് സാത്ത് ദൂം ക്യാ? ഒരുമിച്ച് ബില്ല് ഒരുമിച്ച് തരട്ടെ? ഭീഡ് സെ ഏക് ആദ്മി പോല, ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, നഹി വേണ്ട, അപ്പന അപ്പന കരുതോ, ഓരോരുത്തരുടെ അവനവൻ്റെ കയ്യിൽ കൊടുത്താൽ മതി. അപ്പന അപ്പന കരുതോ, ഓരോരുത്തരുടെയും കൊടുക്കും, വേറെ വേറെ കൊടുക്കുക. അലകലക് ദേതോ, വേറെ വേറെ കൊടുക്കും. വേറെ വേറെ അലകലക് വേറെ വേറെ കൊടുക്കും. അപ്പോൾ അപ്പനൻ്റെ കാര്യം മനസ്സിലായല്ലോ. അപ്പന അവനവൻ്റെ, താങ്കളുടെ. അലകലക് എന്ന് പറഞ്ഞാൽ വേറെ വേറെ, സെപ്പറേറ്റ്. സ്പോക്കൺ ഹിന്ദി, സംശയം കൂടാതെ തെറ്റുകൂടാതെ ധൈര്യമായിട്ട് ഹിന്ദി സംസാരിക്കണോ? ഹിന്ദി നാട്ടുകാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കണോ? പെട്ടെന്ന് പഠിക്കണോ? ഒറ്റ മാസം കൊണ്ട് പഠിക്കണോ? ഹിന്ദി സംസാരിക്കുന്നതിൻ്റെ എല്ലാ അറപ്പും ചളിപ്പും തീർത്ത് ക്ലിയർ ആക്കി എടുത്തരും. മുझे असीम आनंद पाया जाता है. मुझे
അസീം ആനന്ദ് പായാ ജാത്താ ഹേ. എനിക്ക് അനിയന്ത്രിതമായ ആനന്ദം അനുഭവിക്കാൻ സാധിച്ചു. എനിക്ക് അനിയന്ത്രിതമായ ആനന്ദം അനുഭവിക്കാൻ സാധിച്ചു. മുझे അസീം ആനന്ദ് പായാ ജാത്താ ഹെ. മുझे അസീം ആനന്ദ് പായാ ജാത്താ ഹെ. എനിക്ക് അനിയന്ത്രിതമായ ആനന്ദം അനുഭവിക്കാൻ സാധിച്ചു. എനിക്ക് അനിയന്ത്രിതമായ ആനന്ദം നേടാൻ സാധിച്ചു. മുझे അസീം ആനന്ദ് പായാ ജാത്താ ഹെ. മുझे അസീം ആനന്ദ് പായാ ജാത്താ ഹെ. എനിക്ക് മുझे അസീം അനിയന്ത്രിതമായ ആനന്ദം പായാ ജാത്താ ഹെ നേടാൻ സാധിച്ചു. ടീക് സമയ പർ കൃത്യസമയത്ത്. ടീക് സമയ പർ കൃത്യസമയത്ത്. പോലീസിൻ്റെ. ദക്കൽ സേഹി ഇടപെടൽ മുഖാന്തരം. ഇടപെടൽ കൊണ്ട്. ദക്കൽ സേഹി ഇടപെടൽ കൊണ്ട്. ഹം ജോർദാർ പിട്ടായി സെ ബച്ച് ഗയി. ഹം നമ്മൾ. ജോർദാർ പിട്ടായി സെ ഭയങ്കര വലിയ തല്ലുകൊള്ളുന്ന സാഹചര്യത്തിൽ നിന്ന്. ജോർദാർ എന്നാൽ ഭയങ്കരമായ. പിട്ടായി സെ അടികൊള്ളുന്ന സാഹചര്യങ്ങളിൽ നിന്ന്. ബച്ച് ഗയി രക്ഷപ്പെട്ടു. पुलिस के ठीक समय पर पुलिस के दक्कल से ही हम जोरदार पिटाई से बच गई. കൃത്യസമയത്ത് പോലീസിൻ്റെ ഉചിതമായ ഇടപെടൽ മുഖാന്തരം നമ്മൾ തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടു. കൃത്യസമയത്തുള്ള പോലീസിൻ്റെ ഇടപെടൽ കൊണ്ട് നമ്മൾ തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ടു. ബച്ച് ഗയി രക്ഷപ്പെട്ടു. പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ ചെന്നിട്ട് പായ സപ്ലർ നമ്മൾ ചോദിക്കുകയാണ്, കാനയ്ക്ക് ക്യാച്ചായിയെ, ഭക്ഷണം കഴിക്കാൻ എന്താ വേണ്ടത്, കാനയ്ക്ക് ക്യാച്ചായിയെ. സപ്ലർ നമ്മളോട് ചോദിക്കുകയാണ് കാനേക്കോ ക്യാച്ചായിയെ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ പറയാണ് പായാതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിടക്കാനുള്ള പായല്ല കിട്ടുക. പിന്നെന്താണ്, അവർ ആടിൻ്റെ കാലുണ്ട്, അത് കൊണ്ടുതരും. ആടിൻ്റെ കാലെന്ന് പറഞ്ഞാൽ വലിയ ഇത്രയൊന്നുമുള്ള കാലല്ല, കാലിൻ്റെ ചെറിയ കഷ്ണം. ആ ഇതുണ്ടല്ലോ കാലിൻ്റെ ആ ഒരു എല്ല്, പൈപ്പ് പോലുള്ള എല്ല്, അതുകൊണ്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ കറിയാണ് നമുക്ക് കൊണ്ടുതരാം. അതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. പായ സൂപ്പ് എന്ന് പറഞ്ഞാൽ പായയുടെ സൂപ്പ്, കാലിൻ്റെ സൂപ്പ് കിട്ടും. പായ മസാല എന്ന് പറഞ്ഞാൽ പായ മസാലക്കറി കിട്ടും. അങ്ങനെ വെറുതെ പായ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തരും, ആടിൻ്റെ കാല് വേവിച്ചത് കറി കൊണ്ടുതരും പായ. അപ്പോൾ പായയ്ക്ക് എന്ത് പറയും, കാലെന്ന് പറയും. കാലിന് ഹിന്ദിയിൽ പായ എന്ന് പറയും, പാവെന്ന് പറയും, പിന്നെന്ത് പറയും, പയറെന്ന് പറയും. പയർ, കാല്, പാവ്, കാല്, ടാങ്ക്, കാല്, ടാങ്ക്, കാല്, പാവ്, കാല്, പയറ്, കാല്, പായ, കാല്. അങ്ങനെ കുറേ പേരുകളുണ്ട്, കുറേ പര്യായ പദങ്ങളുണ്ട്. अभी 4 पर्यायवाची मैंने बोला पावों के बारे में. पाव, പയർ, ടാങ്ക് और പായ. കർപ്പായ എന്ന് പറഞ്ഞാലോ ചെയ്യാൻ കഴിഞ്ഞു, ചെയ്തു എന്നൊക്കെയാണ് അർത്ഥം. ചെയ്യാൻ കഴിഞ്ഞു, ചെയ്തു എന്ന് കർപ്പായ. മുझे കർപ്പായ, എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു, എനിക്ക് ചെയ്യാൻ സാധിച്ചു, ഞാൻ ചെയ്തു. മൈനെ കർപ്പായ, ഞാൻ ചെയ്തു, അങ്ങനെ അർത്ഥം വരും. എന്നാൽ നൈ കർപ്പായ, നഹി കർപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നൈ കർപ്പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ കഴിഞ്ഞില്ല, ചെയ്തില്ല,
എന്നൊക്കെയാണ് അർത്ഥം. മറ്റൊരർത്ഥമാണ് പായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു. പായ കണ്ടു. വേറൊരർത്ഥമാണ് പായ എന്ന് പറഞ്ഞാൽ കിട്ടി. പായ കണ്ടു. ദേഖ എന്നൊരർത്ഥമുണ്ട്. ദേഖ കണ്ടു കിട്ടി. മിൽ ഗയ പായ മിൽ ഗയ. നൈ പായ എന്ന് പറഞ്ഞാൽ കിട്ടിയില്ല എന്നർത്ഥം വരും. നൈ പായ എന്ന് പറഞ്ഞാൽ കിട്ടിയില്ല. നൈ മില ऐसा मतलब निकलेगा. पाया पाया अभी समझ गया ना. पाया मलयालम में ऐसे बोलते हैं. पाया बोलो तुम सोने का एक चादर है उसको पाया बोलता है. घास से बनाता है और दूसरा अभी प्लास्टिक में बनाता है वो उसको पाया बोलता है. भिजाने का पाया. भिजाने का पाया वो पाया होता है. उसको सिर्फ पाया बोलो तुम भिजाने का पाया मिलेगा केरला में. और पाया बोलेगा तो बकरे का टांगे मिलेगा. बकरे का पैर टांगे उसको फिर क्या बोलता है वो सब पाव बोलता है. बकरे का पाव ऐसा भी बोलता है. नहीं पाया नहीं पाया കണ്ടില്ല കിട്ടിയില്ല. കണ്ടില്ല കിട്ടിയില്ല. നഹി പായ നേടിയില്ല എന്നൊരർത്ഥം വരും. നമ്മളെ കൂടെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള അർത്ഥം. നഹി പായ നേടിയില്ല. നഹി മിൽ പായ നഹി മിൽ പായ കണ്ടെത്താനായില്ല. നഹി മിൽപ്പായ. മിൽപ്പായ എന്ന് പറഞ്ഞാൽ കണ്ടെത്തി എന്നാണ് അർത്ഥം. നഹി മിൽപ്പായ എന്ന് പറഞ്ഞാൽ കണ്ടെത്താനായില്ല എന്നാണ്. നഹി മിൽപ്പായ കണ്ടെത്താൻ സാധിച്ചില്ല. നഹി മിൽപ്പായ നഹി മിൽപ്പായ കണ്ടെത്താൻ സാധിച്ചില്ല. നഹി മിൽപ്പായ കണ്ടെത്താൻ സാധിച്ചില്ല. കഹാം പായ ജാത്താ ഹേ കഹാം പായ ജാത്താ ഹേ എവിടെ കണ്ടെത്താൻ സാധിക്കും? കഹാം പായ ജാത്താ ഹേ കിധർ പായാ ജാത്താ ഹേ. കഹാം പായാ ജാത്താ ഹേ എവിടെ കണ്ടെത്താൻ സാധിക്കും, എവിടെ കാണാൻ സാധിക്കും. കഹാം എവിടെ, കഹാം എവിടെ, പായാ ജാത്താ ഹേ കണ്ടെത്താൻ സാധിക്കും, കാണാൻ സാധിക്കും. കഹാം പായാ ജാത്താ ഹേ എവിടെ കാണാൻ സാധിക്കും. കൂദ് കോ റോക്ക് നഹീ പായ കൂദ് കോ റോക്ക് നഹീ പായ സ്വയം നിയന്ത്രിക്കാനായില്ല. കൂദ് കോ സ്വയം അപ്നാ സ്വയം റോക്ക് നഹീ പായ റോക്ക് നഹീ പായ നിയന്ത്രിക്കാനായില്ല. നിയന്ത്രൺ കർ നഹീ സക്കാ നിയന്ത്രിക്കാനായില്ല, നിയന്ത്രിക്കാൻ സാധിച്ചില്ല. കൂദ് കോ റോക്ക് നഹീ പായ സ്വയം നിയന്ത്രിക്കാനായില്ല. കൂദ് കോ റോക്ക് നഹീ പായ. വിജയി പായി വിജയി പായി വിജയി പായി വിജയം നേടി, വിജയം വരിച്ചു, വിജയിച്ചു. വിജയി പായി വിജയിച്ചു, വിജയി പായി വിജയിച്ചു. വിജയം നേടി, വിജയം നേടി. ഒക്യൂഡ് വിജയി പായി വിജയം നേടി, വിജയം വരിച്ചു, വിജയം നേടി, വിജയം വരിച്ചു, വിജയം നേടി. വിജയി പായി വിജയിച്ചു, വിജയി പായി വിജയിച്ചു. കർപ്പായ കർപ്പായ ചെയ്തു, കർപ്പായ ചെയ്തു, ചെയ്യാൻ കഴിഞ്ഞു, ചെയ്യാൻ സാധിച്ചു. കർപ്പായ ചെയ്യാൻ കഴിഞ്ഞു. കർപ്പായ ചെയ്തു, കർപ്പായ ചെയ്യാൻ സാധിച്ചു. കർപ്പായ കർപ്പായ. അപ്പനാ ലക്ഷ്യ ഹാസിൽ കർപ്പായി അപ്പനാ ലക്ഷ്യ ഹാസിൽ കർപ്പായി തൻ്റെ ലക്ഷ്യം സാധിച്ചു. അപ്പന തൻ്റെ, എൻ്റെ ഓർ തൻ്റെ, സാമനെ വാലെ കാ ഓർ മേര. അപ്പന അപ്പനാ ലക്ഷ്യ കർപ്പായ അപ്പനാ ലക്ഷ്യ കർപ്പായ എൻ്റെ ലക്ഷ്യം സാധിച്ചു. അപ്പന എൻ്റെ, മേരാ ലക്ഷ്യ കർപ്പായ മേരാ ലക്ഷ്യ കർപ്പായ अपना ലക്ഷ്യ കർപ്പായ. തേരാ ലക്ഷ്യ കർപ്പായ अपना ലക്ഷ്യ കർപ്പായ. നിൻ്റെ കാര്യം ലക്ഷ്യം സാധിച്ചു, എൻ്റെ ലക്ഷ്യം സാധിച്ചു. अपना ലക്ഷ്യ ഹാസിൽ കർപ്പായ अपना ലക്ഷ്യ ഹാസിൽ കർപ്പായ എൻ്റെ ലക്ഷ്യം സാധിച്ചു, താൻ അല്ലെങ്കിൽ തൻ്റെ ലക്ഷ്യം സാധിച്ചു. മേരാ യാ തുമാര, മേരാ യാ തേര. अपना ലക്ഷ്യ ഹാസിൽ കർപ്പായ
എൻ്റെ ലക്ഷ്യം സാധിച്ചു അല്ലെങ്കിൽ തൻ്റെ ലക്ഷ്യം സാധിച്ചു. अपना लक्ष्य हासिल कर पाया.